The importance of Easter is the resurrection of Jesus. ഈസ്റ്ററിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. But for many people, Easter means many things. എന്നാൽ പലർക്കും ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളാണ് അതിന് പ്രാധാന്യമുള്ളത്. The friends who come together and celebrate Easter used to, when they depart, they used to say like this. ഈസ്റ്റർ ആഘോഷിക്കാനായി കൂടി വരുന്നവർ ആഘോഷിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്, we can see next Easter. അടുത്ത ഈസ്റ്ററിൽ നമുക്ക് കാണാമെന്ന്. And they are anxious for the next Easter. അവരിത് അടുത്ത ഈസ്റ്റർ തമ്മിൽ കാണുവാൻ വേണ്ടി പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നു. So that they can celebrate it in a worldly way. ലോകപരമായ ഈസ്റ്റർ ആഘോഷിക്കുവാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. And tomorrow's newspaper will bring forth the news how much alcohol has been consumed in Kerala just because of Easter. ഈസ്റ്റർ കാരണം എത്രമാത്രമാണ് മദ്യം നമ്മുടെ സംസ്ഥാനം ഉപയോഗിച്ചത് എന്നുള്ള കണക്ക് വിവരങ്ങൾ നാളെ പത്രത്തിൽ കാണാം. So the importance of Easter is the resurrection of Jesus. അതുകൊണ്ട് ഈസ്റ്ററിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. So we have to keep that as the main point when we celebrate Easter. അതുകൊണ്ട് ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതായിരിക്കണം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും. It's not വട്ടയപ്പം or കള്ളയപ്പം, it is Jesus. വട്ടയപ്പമല്ല പ്രാധാന്യമുള്ളത് യേശുവാണ്. So make sure keep Jesus as the focus of Easter. അതുകൊണ്ട് യേശുവിനെ ആണ് ഈസ്റ്റർ കാലങ്ങളിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രാധാന്യമായിട്ട് പ്രധാന പുരുഷനായിട്ട് കരുതേണ്ടത്. If you miss Jesus out of Easter, it is just a celebration. ഈസ്റ്റർ ദിനങ്ങളിൽ യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ അത് വെറും ഒരു ആഘോഷമായി മാത്രം ശേഷിക്കും. If you don't remember about the resurrection of Jesus in Easter, there is no meaning in that celebration. ഈസ്റ്റർ സമയങ്ങളിൽ ദൈവത്തിനുള്ള യേശുവിനുള്ള പ്രാധാന്യം കൊടുക്കുകയോ യേശുവിനെ കുറിച്ച് ഓർക്കുകയോ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ആ ആഘോഷത്തിന് ഒരു പ്രാധാന്യവുമില്ല. I'm not going to look into the stories behind the Easter. ഈസ്റ്ററിന്റെ പുറകിലുള്ള കഥയിലേക്കല്ല എന്റെ ശ്രദ്ധ ഞാൻ തിരിക്കുവാൻ പോകുന്നത്. Not the legends or anything how Easter originated. എങ്ങനെയാണ് ഈസ്റ്റർ എന്നുള്ള ആഘോഷം ഉണ്ടായി എന്നുള്ള കഥകളല്ല ഞാൻ ചിന്തിക്കുവാൻ പോകുന്നത്. My important point is about the resurrection of Jesus. എന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. All these days I was praying to the Lord, what message I have to share with my people during this Easter time. കർത്താവേ, ഈസ്റ്റർ ദിനത്തിൽ ഞാൻ എന്റെ സഭയോട് എന്ത് ദൂത് അറിയിക്കണം ഇതിനെക്കുറിച്ച് ഞാൻ ദൈവത്തിൽ അനേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. And God gave this message. ദൈവം എനിക്ക് ഈ വേദഭാഗം നൽകി തന്നു. And once it is completed, there is a release in me. I know that God has given me something. ഈ ദൂത് എന്റെ സഭയോട് ഞാൻ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആശ്വാസം എനിക്ക് ഉള്ളിൽ തോന്നും. കാരണം ദൈവം ഏൽപ്പിച്ച ആ ദൂത് ഞാൻ സഭയെ അറിയിച്ചു എന്ന്. The first thing what I want to share during this message is the resurrection of Jesus was the plan of God. ആദ്യമായി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. Resurrection of Jesus was the plan of God. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. It was not something that Jesus invented. അത് യേശു തന്നെത്താൻ ഒരുക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു പദ്ധതിയല്ല. It was not something that disciples cooked. ശിഷ്യന്മാർ ഉണ്ടാക്കിയതുമല്ല അത്. Resurrection of Jesus was in the plan of God. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമായിരുന്നു. If you look into the book of Acts, you can read like this many times. അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ ഈ കാര്യം പലപ്പോഴായി നമുക്ക് കാണാവുന്നതാണ്. Turn to the book of Acts chapter 2 verse 24. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നമ്മുടെ verse 24. 24-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Read it please. ദയവായി വായിച്ചാട്ടെ. English and in Malayalam. Whom God hath raised up, having loosed the pains of death. Whom God has, Jesus, the one whom God has raised up. ദൈവം മരണപാർശ്വങ്ങളെ അണിച്ചിട്ട് ദൈവം ഉയർപ്പിച്ചവനായ യേശു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. God raised Jesus. ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. Verse 32. 32-ാം വാക്യം. God raised Jesus. യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. Chapter 3 verse 15. 3:15. God raised Jesus. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. Chapter 4 verse 10. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. God raised Jesus. ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. Chapter 5 verse 30. 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. God raised Jesus. നിങ്ങൾ മരത്തിൽ ക്രൂശിക്കുന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. So all these passages say that it is God who raised Jesus. ഈ എല്ലാ വേദഭാഗങ്ങളും തന്നെ പറയുന്നത് ദൈവമാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്ന്. Father who raised Jesus. പിതാവാം ദൈവമാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. Resurrection was in the plan
from the dead. പിതാവായ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. So the first thing what you have to remember about the resurrection of Jesus, it was not Jesus himself came out of the tomb, it is the Father who raised him out of death. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് പിതാവാം ദൈവമാണ്. യേശു തന്നെയല്ല ഉയർത്തെഴുന്നേറ്റ് വന്നത്. The second thing what I want to teach over here, ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, resurrection happened in the life of Jesus because Jesus surrendered himself to the plan of God at the Garden of Gethsemane. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു ദൈവഹിതത്തിനു വേണ്ടി, പിതാവാം ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത്. Resurrection happened because Jesus surrendered himself to the plan of God. ദൈവഹിതത്തിന്, പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ യേശു സമർപ്പിച്ചത് കൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത്. So one thing what God taught me from this passage is, ഈ വേദഭാഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ച ഒരു കാര്യം, God can resurrect only if you submit and surrender yourself to the plan and purpose of God. ദൈവഹിതത്തിനായി നീ നിന്നെ സമർപ്പിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിലും ദൈവത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കുവാൻ If കഴിയുള്ളൂ. you are looking for the resurrection in your life, നിന്റെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നീ കാത്തു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, if you are looking for a resurrection to happen in your life and in your situation, നിന്റെ സാഹചര്യത്തിലും നിന്നിലും ഈ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, you have to surrender yourself to the will and plan of God. ദൈവിക പദ്ധതിക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കേണ്ട വ്യക്തിയാണ്. At the Garden of Gethsemane, ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് Jesus prayed like this, യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, let thy will be done in my life. കർത്താവേ, തിരുയിഷ്ടം എന്റെ ജീവിതത്തിൽ സംഭവിക്കുമാറാകട്ടെ, And from that നടക്കുമാറാകട്ടെ. moment onwards, ആ നിമിഷം മുതൽ Jesus is surrendering himself to the will of the Father. പിതാവിന്റെ ഇഷ്ടത്തിന് യേശു തന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. What cross was the will of the Father? പിതാവിന്റെ ഇഷ്ടമായിരുന്നു യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. Crucifixion was the will of the Father. ക്രൂശീകരണം ദൈവത്തിന്റെ ഇഷ്ടം, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. Tomb was the will of the Father. കല്ലറ എന്ന് പറയുന്നത് പിതാവാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. Now resurrection is also the will of the Father. അത് മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പും പിതാവാം ദൈവത്തിന്റെ തന്നെ ഇഷ്ടമാണ്. God can only give you a resurrection if you are willing to surrender yourself to the will and plan of God. ദൈവിക പദ്ധതിക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നതിൽ മാത്രമേ ദൈവത്തിന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും കഴിയുകയുള്ളൂ. Thirdly, this morning I would like to teach you, മൂന്നാമതായി ഇവർക്കാലം ഞാൻ നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, there is no resurrection without cross. ക്രൂശില്ലാതെ ഉയർത്തെഴുന്നേൽപ്പുമില്ല. There is no resurrection without tomb. കല്ലറയില്ലാതെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല. Many of you want a resurrection in your life. നിങ്ങൾ അനേകം ഉയർത്തെഴുന്നേൽപ്പ് താല്പര്യമുണ്ട്. You are looking for a resurrection. നിങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. I believe and I think God is going to resurrect me and lift me up. എന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്നെ ഉയർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. But many of you are not willing to go through the Garden of Gethsemane experience. എന്നാൽ നിങ്ങളിൽ പലരും ഗെത്സമനെ തോട്ടത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ Many of താല്പര്യമില്ലാത്തവരാണ്. you are not willing to go through the trial. പരിശോധനയിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമില്ല. Many of us don't want to go through the experience of crucifixion. ക്രൂശീകരണത്തിലൂടെ കടന്നു പോകാൻ നിങ്ങൾ പലർക്കും താല്പര്യം തോന്നുന്നില്ല. But resurrection reveals something very clearly this morning. എന്നാൽ കാലം ഉയർത്തെഴുന്നേൽപ്പ് ഒരു കാര്യം വ്യക്തമായി നിങ്ങളോട് പറയുന്നു. There is a cross before resurrection. ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് ഒരു ക്രൂശീകരണമുണ്ട്. There is a crucifixion before resurrection.